കുറേ നാളുകൾക്ക് ശേഷം താൻ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നടൻ ബാല. നിയമത്തിന്റെ പേരിൽ കഴിഞ്ഞ 10 വർഷമായി ചിലർ തന്നെ നിരന്തരം ഉപദ്രവിക്കുകയാണെന്നും തന്റെ ഭാര്യയുടെ ജന്മദിനമായിട്ട് പോലും കേസും കോടതിയുമായി വേട്ടയാടൽ തുടരുകയാണെന്നും ബാല പറയുന്നു. കുടുംബത്തിനോടൊപ്പം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു താരത്തിന്റെ വീഡിയോയിലുള്ള തുറന്നു പറച്ചിൽ. സോഷ്യൽ മീഡിയയിൽ തന്നെ ലക്ഷ്യമിട്ട് അടുത്ത കാലങ്ങളായി പ്രചരിക്കുന്ന ചില വീഡിയോകളും വാർത്തകളുമാണ് തന്നെ ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് നയിച്ചതെന്ന് താരം വ്യക്തമാക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങളെ പോലും സ്വന്തം സ്വാർത്ഥ ലാഭത്തിനായി തെറ്റിദ്ധരിപ്പിക്കുന്നതും ചതിക്കുന്നതുമായ ഒരു വ്യക്തി ഇതിന് പിന്നിലുണ്ടെന്നും ഇനിയും തന്നെയും കുടുംബത്തെയും ഉപദ്രവിക്കാൻ മുതിർന്ന പ്രമുഖ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചു ചേർത്ത് വലിയൊരു പ്രസ് മീറ്റിലൂടെ എല്ലാ സത്യങ്ങളും തെളിവ് സഹിതം പുറത്തുവിടുന്നു ബാല മുന്നറിയിപ്പ് നൽകി. ഈ വേട്ടയാടൽ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ തങ്ങളെ രണ്ടുപേരെയും വിഷം തന്ന് കൊന്നു കളയൂ എന്ന വാക്കുകളോടെ ബാല വീഡിയോ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒന്ന് പറയണമെന്ന് തോന്നി. വേറെ മാർഗമൊന്നുമില്ല. ഇപ്പോൾ അടുത്ത കാലത്തായി കുറച്ച് വീഡിയോസ് കണ്ടു. എൻ്റെ കാര്യം വേറെ വഴിയില്ല. 10 കൊല്ലമായി എന്നെ ഉപദ്രവിക്കുകയാണ്. 10 കൊല്ലമായി ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിയമത്തിൻ്റെ പേരിൽ ഇൻ ദ നെയിം ഓഫ് ദ ലോ ഇപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനാണ്. അതുകൊണ്ട് പറയാൻ പാടില്ല. എത്ര സങ്കടമുണ്ടായാലും മനസ്സിൽ വെക്കണം. ചിരിച്ചുകൊണ്ടേയിരിക്കണം. അല്ലേ മീഡിയയെക്കുറിച്ച് ഒരു കാര്യം പറയണം. മീഡിയ നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല നല്ല കാര്യങ്ങൾ. ഇന്നും കൂടെ ഞാനൊരു ന്യൂസ് കണ്ടു. ചില സത്യങ്ങൾ ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നു. ചില അസത്യങ്ങളും പറയും വ്യൂസിന് വേണ്ടി. പക്ഷേ മീഡിയയിൽ തന്നെ ചതിക്കുന്ന ഒരാളുണ്ട് കേരളത്തിൽ. അറിയാമോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒന്നും നടക്കുന്ന ഒരാളുണ്ട്.